ഫുട്ബോൾ ഒരു വികാരമാണ്. ആ വികാരം പലതരത്തിലാണ് ആരാധകർ പ്രകടിപ്പിക്കുന്നത്. ലോകകപ്പുകളിലെ മത്സരക്രമവും ഗോളുകളുടെ എണ്ണവും കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന ഒരാൾ കൊച്ചിയിലുണ്ട്. അർജന്റീന ആരാധകനായ ഒരു 70-കാരൻ. വിശ്വകിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് രാജ്യങ്ങൾ. കളി നടക്കുന്നത് അമേരിക്ക ഉൾപ്പെടെ 3 രാജ്യങ്ങളിൽ. ഒരുപക്ഷെ ലോകകപ്പിന്റെ ഭാഗമല്ലാതെ അതിന്റെ ആവേശം ഇത്രയധികം നെഞ്ചിലേറ്റുന്ന ഒരു സ്ഥലമുണ്ടാകില്ല. അതാണ് കേരളം. സംസ്ഥാനത്തിന്റെ മുക്കും മൂലയും ഫുട്ബോൾ ആവേശത്തിലേക്ക് അമർന്നു കഴിഞ്ഞു. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തോരണങ്ങളും ഫ്ലെക്സുകളും. ഫുട്ബോളിനോടും കളിക്കാരോടുമുള്ള ആരാധന പലതരത്തിലാണ്. വ്യത്യസ്തനായ ഒരു ഫുട്ബോൾ ആരാധകനാണ് കൊച്ചിയിലെ AK റെയ്നോൾഡ് എന്ന നാട്ടുകാരുടെ റോമിയെങ്കിൽ. പത്രത്താളുകളിൽ മാത്രം കളിയറിഞ്ഞ കാലം മുതലുള്ള സ്കോർ ബോർഡുകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കുകയാണ് റോമിയെങ്കിൽ. ആദ്യം നോട്ട്ബുക്കുകളിലായിരുന്നു ഗോളുകൾ എഴുതിയിരുന്നത്. ഇപ്പോൾ ചാർട്ടാക്കി സ്വന്തം കടയുടെ മുന്നിൽ പ്രദർശിപ്പിക്കും. കടുത്ത അർജന്റീന ആരാധകനായ റോമിയെങ്കിലിന് നെയ്മറയും ഇഷ്ടമാണ്. എഴുതി തുടങ്ങിയ 90 തുടങ്ങി എഴുതിയിട്ടുണ്ട്. അതിക്ക് മുമ്പ് വെറുതെ പേപ്പറിലൊക്കെ എഴുതി വെക്കുമായിരുന്നു. 90 തുടങ്ങിയാണ് എഴുതാൻ തുടങ്ങിയത്. അത് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് എഴുതി വെക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രമല്ല, ഫുട്ബോൾ മാത്രമല്ല, ലോകകാര്യങ്ങൾ എല്ലാം ഞാൻ എഴുതി വെക്കും. അർജൻറ്റീന ടീമാണ് നമ്മുടെ ടീം. അതെന്നാ മെറോഡോണ ദൈവത്തിൻ്റെ കൈ എന്നും പറഞ്ഞൊരു ഗോൾ വെച്ചില്ലേ, അത് കഴിഞ്ഞ് പിന്നെ ഒരു 5-6 പേരെ കവർ ചെയ്ത് ഒരു ഒറ്റക്ക് കൊണ്ട് ഒരു ഗോൾ വെച്ച്. അതാണ് ചരിത്രത്തിലെ ഏറ്റവും നല്ല ഗോളായിട്ട് എനിക്ക് തോന്നണത്. അർജൻറ്റീനക്ക് ഫസ്റ്റ് റൗണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അർജൻറ്റീന അൾജീരിയയും ഓസ്ട്രിയയും ജോർദാനുമാണ്. അവരെ 3 പേരെയും പൊട്ടിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് വന്നതാണ് പറയാൻ പറ്റാത്തത്. അതാരാണെന്ന് പറയാൻ പറ്റില്ല. അയൽവാസികളും സുഹൃത്തുക്കളും അടങ്ങുന്നവർ ചേർന്ന് വലിയൊരു ഫ്ലെക്സ് ബോർഡും ഫോർട്ട് കൊച്ചി നസ്രത്ത് ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവരവരുടെ ഇഷ്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞുള്ള പടമാണ് ഫ്ലെക്സിൽ. അർജന്റീന, ബ്രസീൽ, ജർമ്മനി, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ടീമുകൾക്കാണ് ആരാധകർ അധികവും. ഏതായാലും ഇന്ത്യ ലോകകപ്പിൽ മാറ്റുരയ്ക്കാൻ വർഷങ്ങളെടുക്കുമെങ്കിലും ആവേശം ഒട്ടും ചോരാതെ നെഞ്ചിലേറ്റുകയാണ് മലയാളികൾ. അമൃത ന്യൂസ്, കൊച്ചി.